നമ്മുടെ ആത്മീയ നിലവാരം, ഭൗതിക നിലവാരവും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പണിതുയർത്തണമെങ്കിൽ നമുക്ക് ക്ഷമയെന്നുള്ള സ്വഭാവം നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച പരാജയങ്ങൾ, തകർച്ചകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ക്ഷമയില്ലായ്മയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ യാക്കോബ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ പ്രത്യക്ഷത ദീർഘക്ഷമയോടെ കാത്തിരിക്കണം, എന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരമാക്കുവാൻ കഴിയത്തുള്ളൂ. ദീർഘക്ഷമ ഒരു വ്യക്തിയുടെ അകത്തില്ലെങ്കിൽ ദൈവ പദ്ധതിക്കകത്ത്, ദൈവ പദ്ധതിയിൽ അവന്റെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ആത്മീയ ബന്ധങ്ങളെ, വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ദീർഘക്ഷമ ആവശ്യമാണെന്ന് കൊലോസ്യ ലേഖനം 3:12 പറയുന്നു. ദീർഘക്ഷമ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുന്നവരായിരിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദീർഘക്ഷമ ഇല്ലെങ്കിൽ അവന്റെ ലൈഫിൽ ഉണ്ടാകുന്ന പരാജയം സദൃശവാക്യം 15:18 പറയുന്നു, ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ ആ കലഹത്തെ ശമിപ്പിക്കുന്നു എന്ന് കാണാൻ കഴിയും. ദീർഘക്ഷമയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും സംരക്ഷണം നൽകുന്ന ഒരു സ്വഭാവം. അതുകൊണ്ട് നമ്മൾ ദീർഘക്ഷമ ലഭിക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് നമുക്ക് ദീർഘക്ഷമ കിട്ടുന്നത്? അതിന് ദൈവവചനം നമുക്ക് പറഞ്ഞു തരുന്നു. സദൃശവാക്യം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിവേകബുദ്ധിയാൽ ദീർഘക്ഷമ വരുന്നു. വിവേകം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ബുദ്ധി, വിവേകമുള്ള ബുദ്ധി എങ്ങനെയായിത്തീരും? സദൃശവാക്യം 2:6 പറയുന്നു, യഹോവയുടെ വായിൽ നിന്നാണ് പരിജ്ഞാനം വിവേകവും ലഭിക്കുന്നത്. ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ശലോമോന് ദൈവം വിവേകം കൊടുത്തു. ദൈവത്തോട് പ്രാർത്ഥിക്കുക വിവേകത്തിന് വേണ്ടി. ആ വിവേക ബുദ്ധിയാലാണ് നമുക്ക് ദീർഘക്ഷമ എന്നുള്ള സ്വഭാവം രൂപപ്പെടുന്നത്. ദൈവത്തിന്റെ സ്നേഹത്താലാണ് നമുക്ക് ദീർഘക്ഷമയുണ്ടാകുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് സ്നേഹം കിട്ടുന്നത്? റോമാലേഖനം 5-ാം അധ്യായത്തിൽ കാണിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ദൈവം തന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നു. അപ്പോൾ ദീർഘക്ഷമയുള്ള വ്യക്തിയായി നമ്മൾ മാറണമെങ്കിൽ ഒന്നാമത് പ്രാർത്ഥിക്കുക, വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത് ദൈവസ്നേഹം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക. വിവേകവും ദൈവസ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നാം ദീർഘക്ഷമയുള്ള വ്യക്തികളായി മാറും. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് പണിതുയർത്തുവാൻ കഴിയും.